നമസ്കാരം. കഴിഞ്ഞ 10 കൊല്ലത്തെ നരേന്ദ്രമോദി ഭരണം ഈ രാജ്യത്തിൻ്റെ ഏത് മേഖലയിലാണ് ഏറ്റവും അധികം വ്യത്യാസം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മേഖല ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഭാരതത്തിൻ്റെ സർവ്വ മേഖലകളിലും ആ രീതിയിലുള്ള ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. പല മേഖലകളിലും വിപ്ലവകരമായ തീരുമാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ പോലും പല കാലഘട്ടങ്ങളിലും ഈ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുകയും പുകഴ്ത്തുകയും അറിഞ്ഞോ അറിയാതെയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാവും തികഞ്ഞ മോദി വിരുദ്ധനുമായ റിജിൽ മാക്കുട്ടി ഒരു പോസ്റ്റ് ഇടുകയും ആ പോസ്റ്റ് നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായ ഒരു രീതിയിലേക്ക് മാറുകയും ആ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ പല മേഖലകളിലും അസൂയാവഹമായ നേട്ടം കൈവരിക്കാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാണ് പ്രതിരോധ രംഗം. രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗം എന്നും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചാണ് കഴിഞ്ഞിരുന്നത്. അതായത് രാജ്യത്തിന് വെടിക്കോപ്പുകൾ വേണമെങ്കിൽ വളരെ സാധാരണപ്പെട്ട ഏതാനും ചില ആയുധങ്ങൾ മാത്രമാണ് രാജ്യത്ത് നിർമ്മിച്ചിരുന്നത്. ബാക്കിയുള്ളവയെല്ലാം ഓരോ രാജ്യങ്ങളിൽ നിന്നും കരാറുകൾ ഉറപ്പിച്ച് ഇറക്കുമതി ചെയ്യുകയായിരുന്നു ചെയ്തത്. പാകിസ്ഥാന് അമേരിക്ക യഥേഷ്ടം ആയുധം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ത്യക്ക് ആയുധം നൽകാൻ ആളില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. ആ സമയത്താണ് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടത്. മാത്രമല്ല ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുമായി ഇന്ത്യ വലിയ വലിയ കരാറുകളിൽ ഏർപ്പെടേണ്ടി വന്നു. ഇന്ത്യക്ക് ആയുധങ്ങൾ വാങ്ങണമെങ്കിൽ ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളുമായി ഉടമ്പടി വയ്ക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ രംഗം അങ്ങനെയല്ല. ഇന്ന് ഇന്ത്യയുടെ പ്രതിരോധ രംഗം ഇറക്കുമതിയേക്കാൾ ശ്രദ്ധ പതിപ്പിക്കുന്നത് കയറ്റുമതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യക്ക് ആവശ്യമായ ആയുധങ്ങൾ ഇന്ത്യ തന്നെ നിർമ്മിക്കുന്നു എന്ന് മാത്രമല്ല, ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇന്ത്യ അങ്ങോട്ട് ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഏത് രാജ്യമാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത്? അല്ല എങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയിൽ ഏറ്റവും വലിയ ഇടപാടുകൾ നടത്തുന്നത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ ആ ഉത്തരം ഇന്ത്യയിലെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയിലെ ഓരോരുത്തരുടെയും മനസ്സിൽ അഭിമാനം ഉണ്ടാവുകയും ചെയ്യും. ലോകത്തിലെ ഒന്നാം കിട രാജ്യം, ഒന്നാം കിട പ്രതിരോധ സേനയുള്ള രാജ്യം എന്നൊക്കെ വാഴ്ത്തപ്പെടുന്ന അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിരോധ ആയുധങ്ങൾ വാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023-24 കാലഘട്ടത്തിൽ ഇന്ത്യ ഏതാണ്ട് 25,000 കോടി രൂപയിലധികം പ്രതിരോധ കയറ്റുമതി നടത്തിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന കണക്കുകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ളത് അമേരിക്കയാണ്. വെറുതെ ചില വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും മാത്രമല്ല ഇന്ത്യ ഇന്ന് കയറ്റുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും വളരെ ഡിമാൻഡുള്ള ചില ഡിഫൻസ് പ്രോഡക്റ്റുകൾ ഇപ്പോൾ തന്നെ ലോകമെമ്പാടുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്രഹ്മോസ് മിസൈലുകൾ, ഡോർണിയർ 228 വിമാനങ്ങൾ, അതുപോലെ തന്നെ ആർട്ടിലറി ഗൺ, റഡാറുകൾ, ആകാശ് മിസൈലുകൾ, അതുപോലെ തന്നെ പിനാക്ക റോക്കറ്റ് സിസ്റ്റംസ്. ഇതൊക്കെ അമേരിക്കയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെമ്പാടും ആയുധങ്ങൾ വിൽറ്റിക്കൊണ്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും ചുരുങ്ങിയ ചില രാജ്യങ്ങൾ മാത്രമായിരുന്നു. ലോകമെമ്പാടുമുള്ള മറ്റു രാജ്യങ്ങൾ അവരവരുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഈ രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു പതിവ്. ഇന്ന് ആ രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ഇന്ത്യയും എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ, യുദ്ധവിമാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ അടക്കം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നിർമ്മിച്ചു വരുന്നു. മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി, പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യവുമായും ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യം നേടിയ ഏറ്റവും തിളക്കമാർന്ന നേട്ടങ്ങളിൽ ഒന്നാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.